നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുർക്കിക്ക് പണി കൊടുത്തിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ. അതിന്റെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോൾ ചൈനയുടെ ഇപ്പോൾ ഒരു അതീവ രഹസ്യം ഇന്ത്യയിലുണ്ട്. അതാണിപ്പോൾ മറ്റുള്ള ലോക രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഏറെ ഉറ്റുനോക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് പിന്നിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ണുകളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് പറയാം. ചൈനയിൽ വികസിപ്പിച്ചെടുത്ത PL-15 എയർ ടു എയർ മിസൈലാണ് ലോകത്തിന് ഇന്ത്യയോടുള്ള താല്പര്യം ഇത്രയങ്ങ് വർദ്ധിക്കാൻ കാരണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലാണിത്. എന്നാൽ ഇന്ത്യൻ സൈന്യം ആക്രമണം തടയുകയും മിസൈൽ തരിപ്പണമാക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന 5 ഐസ് ഇന്റലിജൻസ് അലയൻസ് അതിന്റെ അവശിഷ്ടങ്ങൾക്കായി തിരയുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ ഈ ഒരു ആധുനിക സൈനിക വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ അവശിഷ്ടങ്ങൾ ഗവേഷണം ചെയ്യാനുള്ള നീക്കത്തിലാണ്. മെയ് 6 മുതൽ മെയ് 10 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന സംഘർഷത്തിനിടെ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് ചൈനയുടെ ഈ PL-15 മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും വമ്പൻ രാജ്യങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈനയുടെ വജ്രായുധമായിട്ടുള്ള ഈ ഒരു മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അന്ന് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഉപയോഗിച്ചതിൽ ഇന്ത്യ തകർത്ത ഈ ഒരു മിസൈലിന്റെ ചില അവശിഷ്ടങ്ങൾ പഞ്ചാബിലെ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ലഭിച്ച J-10C, J-15 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന PL-15E മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള സവിശേഷത കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആയുധ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ചൈനയുടെ എതിരാളികളായ രാജ്യങ്ങൾ ഈ മിസൈലിനെ ഒരു നിധിയായി കാണുകയും ഇന്ത്യയിൽ നിന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്ത്യക്കും അതിന്റെ ആ ഒരു മിസൈലിന്റെ പ്രഹരശേഷിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി പഠിക്കാനായിട്ട് സാധിക്കും. ഏതായാലും അത്തരത്തിൽ ആ ഒരു മിസൈലിനെ അടക്കം ഇന്ത്യ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യങ്ങൾ. പക്ഷേ ചൈനയുടെ ഈ ഒരു മിസൈലിലെ മറ്റുള്ള രാജ്യങ്ങൾ അതിന്റെ സവിശേഷതകളും അതിന്റെ പ്രഹരശേഷിയൊക്കെ തന്നെ തിരയുകയാണ്. ചൈനയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ ഒരു നിർണായക ഭാഗമാണ് PL-15 മിസൈൽ. 2011 ആദ്യമായി ഇത് പരീക്ഷിക്കുന്നത്. 2015 മുതൽ 2017 വരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് PL-15 ഉപയോഗിച്ചിരുന്നു. കയറ്റുമതി ചെയ്യുന്ന PL-15E 2021 സുഹായ് എയർ ഷോയിലാണ് അവതരിപ്പിച്ചത്. PL-15നേക്കാൾ കുറഞ്ഞ ദൂരപരിധിയാണ് PL-15E മിസൈലുകൾക്കുള്ളത്. അമേരിക്കയുടെ AIM-120D, യൂറോപ്പിന്റെ MBDA മെറ്റീരിയൽ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ AESA റഡാർ സീക്കർ, 2-വേ ഡാറ്റ ലിങ്ക്, ഡ്യുവൽ പൾസ് മോട്ടാർ എന്നിവ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. ഈ ഒരു അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുന്നത് അതിന്റെ മാർഗനിർദ്ദേശ സംവിധാനം, പ്രൊപ്പൽഷൻ, ഇലക്ട്രോണിക് യുദ്ധം, ചൈനയുടെ സൈനിക കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചൈനയുമായുള്ള ഭാവിയിലെ ഏത് സംഘർഷങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്കയെ ഇത് സഹായിക്കുമെന്നാണ് നിഗമനം. ഒരു PL-15E മിസൈലിന്റെ ഏകദേശ ചിലവ് ഏകദേശം $9 ലക്ഷം 12 ലക്ഷം ഇടയിലാണ്. ഒരു PL-15Eയുടെ വില ഏകദേശം $10 ലക്ഷം ആകുമെന്ന് ചില റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചൈനയുടെ കുറഞ്ഞ ഉൽപാദന ചെലവ് ഈ തുകയിലും കുറഞ്ഞ ചെലവിൽ പാകിസ്ഥാന് മിസൈൽ ലഭിക്കാൻ കാരണമായിരിക്കാം. തണ്ടർബോൾട്ട് 1 എന്നറിയപ്പെടുന്ന PL-15 ചൈനയുടെ 607 ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്താണെങ്കിലും ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷനാണ് നിർമ്മിച്ചത്. PL-15ന്റെ ചൈനീസ് പതിപ്പിന് 200 മുതൽ 300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കയറ്റുമതി വകഭേദമായ PL-15Eക്ക് പരമാവധി 145 കിലോമീറ്ററാണ് ദൂരപരിധി. 20 മുതൽ 25 കിലോഗ്രാം ഭാരം വരുന്ന സ്ഫോടക വസ്തു വാർഹെഡ് മിസൈലിൽ സജ്ജീകരിച്ചിരിക്കാം. ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ജപ്പാനും തന്ത്രപരമായ വെല്ലുവിളിയായാണ് കാണുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന അവർക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നു. അതേസമയം ഫ്രാൻസ് ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. ചൈനീസ് ആയുധങ്ങൾ ഘടിപ്പിച്ച എതിരാളികൾക്കെതിരെ തങ്ങളുടെ റാഫേൽ ജെറ്റുകൾ മത്സരക്ഷമത നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഫ്രാൻസിന് താൽപ്പര്യമുണ്ട്. അതിനാൽ PL-15ന്റെ വിശകലനം ഭാവിയിലെ ആയുധ ഇടപാടുകൾക്കും ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിനും ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.
ഏതായാലും ഇപ്പോൾ ഈ ലഭിച്ചിട്ടുള്ള ഇപ്പോൾ തുർക്കിയുടെ ഡ്രോൺ അവശേഷങ്ങളടക്കം തന്നെ ഇന്ത്യ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയാണ് പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഡ്രോൺ നൽകിയത് എന്നുള്ള കാര്യം ഇന്ത്യ സ്ഥിരീകരിക്കുകയും കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ചൈനയിൽ നിന്ന് ലഭിച്ച ചൈന പാകിസ്ഥാന് നൽകിയിട്ടുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ അതിനെ വിശകലനം ചെയ്യുകയും അതിനെ പഠിക്കുകയൊക്കെ തന്നെ ചെയ്യും. അത് ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ചൈനയുടെ ശത്രു രാജ്യങ്ങൾക്ക് അതൊരു വലിയ ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതേസമയം തന്നെ തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ IIT ബോംബെ റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുവരികയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതിന് പിന്നാലെയാണ് തീരുമാനം. ദേശസുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് IIT ബോംബെ അറിയിച്ചു. JNU, ജാമിയ എന്നിവയടക്കം നിരവധി സർവകലാശാലകൾ സമാനമായ നടപടി സ്വീകരിച്ചിരുന്നു. തുർക്കി പാകിസ്ഥാന് സൈനിക സഹായം നൽകിയതിന് പിന്നാലെ ഇന്ത്യൻ വ്യാപാരികൾ തുർക്കി ആപ്പിളുകളുടെ ഇറക്കുമതി പൂർണ്ണമായി നിർത്തിയിരുന്നു. ഇതിനോടകം ഇറക്കുമതി ചെയ്ത ആപ്പിളുകൾ പലരും കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റി. വ്യാപാരികൾ മാത്രമല്ല ഉപഭോക്താക്കളും തുർക്കി ആപ്പിളുകളോട് മുഖം തിരിക്കുകയാണെന്നാണ് ഡൽഹിയിലെ ഹോൾസെയിൽ ഡീലർമാർ പറയുന്നത്. ഒരു ദിവസം ഡൽഹിയിലെ ആസാദ്പൂർ മണ്ഡിയിൽ മാത്രം എത്തിയിരുന്നത് 50 ടണ്ണിലേറെ തുർക്കി ആപ്പിളുകളാണ്. ഇപ്പോൾ അത് പൂർണ്ണമായി നിലച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ച ആപ്പിളുകൾ പലരും കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റി. ചെറുകിട കച്ചവടക്കാരും തുർക്കി ആപ്പിൾ വേണ്ടെന്ന നിലപാടിലാണ്. പകരം ന്യൂസിലാൻഡ് ആപ്പിളുകളാണ് കൂടുതലായി എത്തുന്നതെന്ന് ഹോൾസെയിൽ ഡീലർമാർ പറയുന്നു. തുർക്കി ആപ്പിൾ വാങ്ങുമ്പോൾ പണം പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതുകൊണ്ടാണ് ഇറക്കുമതി നിർത്തിയതെന്ന് വ്യാപാരികൾ. വർഷം 11.76 ലക്ഷം ടൺ ആപ്പിളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. 1200 കോടി രൂപ മൂല്യം. ഇറക്കുമതി നിർത്തുന്നതിന് തുർക്കിക്ക് സാമ്പത്തികമായി കനത്ത തിരിച്ചടിയാണ്. പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകിയ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഒഴിവാക്കുന്നു. ട്രാവൽ ഏജൻസികളിലെ 90% ബുക്കിംഗുകളും യാത്രക്കാർ റദ്ദാക്കി. ഇരു രാജ്യങ്ങളിലുമുള്ള ബുക്കിംഗ് ട്രാവൽ ഏജൻസികളും സ്വീകരിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലോകവിപണിയെയും സ്വാധീനിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക പിന്തുണ നൽകിയ തുർക്കി അസർബൈജാൻ രാജ്യങ്ങളെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിന് പുറമെ വിനോദസഞ്ചാര മേഖലയിലും വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. കേരളത്തിൽ നിന്നുള്ള 90% വിനോദസഞ്ചാരികളും അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും ബുക്ക് ചെയ്ത യാത്രകൾ റദ്ദാക്കി. വിഷയത്തിൽ രാജ്യ താൽപര്യത്തിനൊപ്പമാണ് കേരളത്തിലെ ട്രാവൽ ഏജൻസികളും. യൂറോപ്പിലേക്ക് വർദ്ധിച്ച വിനോദയാത്ര ചെലവുള്ള പശ്ചാത്തലത്തിലാണ് യൂറേഷ്യൻ രാജ്യങ്ങളായ തുർക്കിയും അസർബൈജാനും ശ്രദ്ധാകേന്ദ്രമായത്. തൽക്കാലത്തേക്ക് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ബുക്കിംഗുകൾ സ്വീകരിക്കേണ്ടെന്ന നിലപാടിലാണ് ട്രാവൽ ഏജൻസികൾ. വിനോദസഞ്ചാര മേഖലയിൽ കൂടി തിരിച്ചടി നേരിടുന്നതോടെ സാമ്പത്തികമായി വലിയ നഷ്ടമാകും തുർക്കിക്കും അസർബൈജാനും ഇനി ഭാവിയിൽ നേരിടേണ്ടി വരിക.